ഇന്ത്യയുടെ മിസൈൽ കരുത്തിന് ഒരു ഉരുക്ക് ചുറ്റികയുടെ ബലം കൂടി വന്നിരിക്കുകയാണ്. അതായത് ഹാമർ മിസൈൽ. ഹാമർ മിസൈലിൻ്റെ നിർമ്മാണത്തിന് ഇന്ത്യയും ഫ്രാൻസും ചേർന്നുള്ള പങ്കാളിത്ത പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അത് 50% വീതം ഇരു രാജ്യങ്ങളുടെയും കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് ആ കമ്പനികളാണ് ഹാമർ മിസൈൽ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് ഈ മിസൈൽ നിർമ്മിക്കുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ നമുക്കറിയാം, മിസൈൽ നിർമ്മാണ രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയാണ്. ഇന്ത്യയുടെ മിസൈലുകളുടെ കരുത്ത് ലോകം കണ്ട് ഞെട്ടിയിട്ടുണ്ട്. ആ കരുത്ത് ഞെട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവരെല്ലാവരും നമ്മളോട് മിസൈൽ ചോദിക്കാൻ തുടങ്ങി. അതിൽ സിംഗപ്പൂർ അടക്കം, മലേഷ്യ അടക്കം, ബ്രസീൽ അടക്കം, ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവയുണ്ട് ബ്രഹ്മോസിൻ്റെ കരുത്ത് കണ്ടിട്ട് സ്തംഭിച്ചു പോയി. കാരണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത്. പക്ഷേ കിരണ ഹിൽസിൽ എന്തു പറ്റി? കിരണ ഹിൽസിൽ സ്റ്റോക്ക് പൈൽ വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ബ്രഹ്മോസ് പതിച്ചപ്പോൾ തകർന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് അവകാശപ്പെടുന്നില്ല നമ്മളിങ്ങനെ തകർത്തു എന്നൊന്നും. പക്ഷേ എന്തായാലും ശരി തന്നെ, കിരണ ഹിൽസിൽ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുമില്ല, അത് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും ശരി തന്നെ, ഇന്ത്യയുടെ മിസൈൽ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കാനായിട്ട് ഫ്രാൻസുമായി ചേർന്നിട്ടുള്ള ഒരു സഹകരണത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. അതിനാണ് ഈ ഹാമർ എന്ന് പറയുന്ന മിസൈൽ നിർമ്മിക്കുന്നത്. ഹാമർ മിസൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാമറിൻ്റെ പ്രവർത്തനം എന്നാണ് എങ്ങനെയാണ് നമ്മൾ മുകളിൽ നിന്ന് ഉയർത്തി താഴേക്ക് അടിക്കുന്നതാണ് ഹാമർ, ഒരു ചുറ്റിക. ആ ചുറ്റികയുടെ പ്രവർത്തനം പോലെ തന്നെയാണ് മുകളിൽ നിന്ന് താഴേക്ക് അയക്കുന്ന എയർ ടു സർഫസ് മിസൈലാണ് ഈ പറയുന്ന ഹാമർ എന്നുള്ളത്. അതായത് നമ്മുടെ റഫേൽ വിമാനങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർത്തല്ലോ. ആ അടിച്ച് തകർത്തതിൽ ഈ മിസൈലിന് പ്രധാന പങ്കുണ്ടായിരുന്നു. ബ്രഹ്മോസ് ഉണ്ടായിരുന്നു, നമ്മുടെ അഗ്നി മിസൈലുകളുണ്ടായിരുന്നു, പലതരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരുന്നു. ആകാശ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് പല വിധത്തിലുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്. ഭാർഗവാസ്ത്ര എന്ന് പറയുന്ന ഒരു മിസൈൽ നമ്മൾ നിർമ്മിച്ചു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവിധ സ്ഥലങ്ങളിൽ നിന്നും ഇതിന് ആക്രമണത്തിന് സജ്ജമായിട്ടുള്ള ഒരു മിസൈലാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ ലഡാക്കിലാണ് നടത്തിയത്. അത്രയേറെ കരുത്തുള്ള മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഘട്ടത്തിലും. സാധാരണഗതിയിൽ ഈ മിസൈലുകളുടെ കരുത്തിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊന്ന് കുറച്ചാണ് പറയുന്നത്. നമ്മളെന്നല്ല, എല്ലാ രാജ്യങ്ങളും കുറച്ചാണ് പറയാറ്. പക്ഷേ ഇപ്പോൾ നിർമ്മിക്കുന്ന ഹാമർ എന്ന് പറയുന്ന മിസൈൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൃത്യമായിട്ട് പരിചയമുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാമർ മിസൈൽ റഷ്യയുടെ കൊടും ഭീകരനായിട്ടുള്ള മിസൈലാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നെഞ്ചിരിപ്പ് കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഈ പറയുന്ന മിസൈൽ നിർമ്മാണവുമായിട്ടും ഇല്ലെങ്കിൽ ആയുധ നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളൊക്കെ വലിയ ആശങ്കയിലാണ്. സാധാരണഗതിയിൽ അവരുടെ മിസൈലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടാത്ത പടക്കം പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ദീപാവലിക്ക് വിടുന്ന ചെറിയ റോക്കറ്റ് പോലെയൊക്കെയുള്ള പടക്കങ്ങളാണ്. അത് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്ന് വീണാൽ പൊട്ടുന്നില്ല. പിന്നെ അവസാനം അവർ ഗതികെട്ട് ആശ്രയിക്കുന്നത് ചൈനയെയും തുർക്കിയെയൊക്കെയാണ്. അവിടെ നിന്നുള്ള മിസൈലുകളൊക്കെ എന്തായി, എന്തവസ്ഥയിലാണ് അത് പര്യവസാനിച്ചത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളുടെ ആകാശം S-400 അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ മിസൈലുകളെല്ലാം തകർത്തെറിയുകയാണ് ചെയ്തത്. ആ തകർച്ചയ്ക്ക് ഒരാക്കം കൂടി കൊടുക്കാനാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് ഹാമർ മിസൈലുകൾ നിർമ്മിക്കുന്നത്. ഹാമർ മിസൈൽ നമ്മൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും, ബെൽ എന്ന് പറയുമല്ലോ, അതും ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന സെഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയും ചേർന്നിട്ടാണ് ഹൈലി അജൈൽ മോഡുലാർ മ്യൂട്ടേഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് സ്മാർട്ട് മിസൈലുകൾ നിർമ്മിക്കുന്നതെന്നാണ്. പ്രിസിഷൻ സ്ട്രൈക്ക്, അതായത് ഒരു കേന്ദ്രത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് മിസൈൽ അയച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ, അതും വായുവിൽ നിന്നാണ് അയക്കുന്നത്, കൃത്യമായി തന്നെ ആ പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷിയാണ് ഹാമർ മിസൈലിൻ്റെ കരുത്ത്. അതുമാത്രവുമല്ല, പതിക്കുന്നത് വലിയ കരുത്തോടു കൂടിയാണ്. വലിയ സ്ഫോടനം, വലിയ നാശനഷ്ടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഹാമർ മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രിസിഷൻ സ്ട്രൈക്കാണ്. വലിയ നാശനഷ്ടമുണ്ടാക്കുക മാത്രമല്ല, കൃത്യമായ സ്ഥലത്ത് ഇത് തുളച്ചു കയറി വലിയ സ്ഫോടനമുണ്ടാക്കുമെന്നുള്ളതും ഈ മിസൈലിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കരാറുകളിൽ ഇരു രാജ്യവും ഒപ്പുവെച്ചിട്ടുണ്ട്. അധികം വൈകാതെ ഇതിന് വേണ്ടിയിട്ട് 2 രാജ്യങ്ങളും കമ്പനികൾ രൂപീകരിക്കുകയും സംയുക്തമായി, നമ്മൾ ഇപ്പോൾ ബ്രഹ്മോസ് നിർമ്മിച്ചില്ലേ, ഇന്ത്യയും റഷ്യയും ചേർന്നിട്ട് നിർമ്മിച്ച മിസൈലാണ് ബ്രഹ്മോസ്. അപ്പോൾ നമ്മുടെ ബ്രഹ്മപുത്രയും മോസ്കോ റിവറും, ഇതിൻ്റെ 2ൻ്റെയും പേരുകൾ ചേർത്തിട്ടായിരുന്നു നമ്മൾ ആ മിസൈലിൻ്റെ പേര് നൽകിയത്. അപ്പോൾ നമ്മൾ സംയുക്തമായിട്ടാണ് ബ്രഹ്മോസിൻ്റെ ഇവിടെ ഒരു കമ്പനി രൂപീകരിച്ചു. മോസ്കോ ഇല്ലെങ്കിൽ റഷ്യയിൽ അവരുടെ ഒരു കമ്പനി. അപ്പോൾ ഈ 2 കമ്പനികളും സംയുക്തമായിട്ട് ചേർന്നു. അപ്പോൾ നമ്മളിതിൻ്റെ 50% നിർമ്മാണ കാര്യങ്ങളിലും നമ്മൾ പങ്കാളിയാകുമെന്നുള്ളതാണ്. ബംഗളൂരുവിൽ നടന്ന ഫെബ്രുവരി 11 നടന്ന ഒരു എയർ ഷോ ഉണ്ടായിരുന്നു, എയ്റോ ഇന്ത്യ ഷോ. അതിൽ വെച്ചിട്ടാണ് ഈ ധാരണാപത്രമൊക്കെ നമ്മൾ ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ കരാർ പ്രകാരം മിസൈലിൻ്റെ 50% ബില്ലിനും 50% പങ്കാളിത്തം
സെഡിനും കൊടുക്കുമെന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളെയൊക്കെ നിർമ്മിക്കും. മിസൈലിൻ്റെ 60% ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഈ മിസൈലുകളുടെ നിർമ്മാണത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, അതിൻ്റെ വിതരണം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇത് നമ്മുടെ ഈ ഇന്ത്യൻ കമ്പനിയുടെ കീഴിലായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് 2 തരത്തിലുള്ള വിമാനങ്ങളാണ് റഫേൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന, അതായത് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ ഉപയോഗിച്ച മിസൈലുകൾ. 2 നമ്മൾ നമ്മുടെ നേവിയിൽ ഉപയോഗിക്കുന്ന മിസൈലുണ്ട്. നേവിക്ക് വേണ്ടിയിട്ടുള്ള ഈ റഫേൽ വിമാനങ്ങളും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന് ഉപയോഗിച്ച എയർഫോഴ്സിൻ്റെ വിമാനവും. അങ്ങനെ 2 തരത്തിലുള്ള റഫേൽ വിമാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ രണ്ടിലും ഇത് ഘടിപ്പിക്കാനാവുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾക്ക് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചില ഈ പറയുന്ന റഫേൽ വിമാനങ്ങൾ നമ്മൾ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞു, അതായത് നിലത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ നിലത്തേക്ക് ഇറക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല ഘട്ടത്തിലും നമുക്ക് ചില മിസൈലുകൾ ഇതിൽ നിന്ന് അയക്കാൻ കഴിയില്ലായിരുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് അപ്പോൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ സോഴ്സ് കോഡ് ഈ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസ് അത് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റഫേൽ ഇവിടെ തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനുള്ള പദ്ധതികളുമായി രാജ്യം മുന്നോട്ട് പോവുകയാണ്. പുതിയ വിമാനങ്ങൾ ഇനി ഭാവിയിൽ ഈ പറയുന്ന റഫേൽ ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹാമർ കൂടി ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട ആയുധവും നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും. അത്തരത്തിൽ ഇന്ത്യ ഈ പറയുന്ന റഫേൽ വിമാനങ്ങളുടെ നിർമ്മാണവും അതിനു വേണ്ട ആയുധങ്ങളുടെ നിർമ്മാണവും ഇന്ത്യയിൽ തന്നെ നടത്തുകയും വലിയ തോതിൽ ഈ പറയുന്ന വ്യോമ മേഖലയിലുള്ള ആക്രമണത്തിന് കൂടുതൽ കരുത്ത് നേടുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ ആയുധങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മിസൈലുകൾ, ഈ പറയുന്ന വിമാനങ്ങൾ ഘടിപ്പിക്കാൻ. പക്ഷേ ഇവിടെ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചാലോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ഷോർട്ടേജും വരില്ല. നമുക്ക് ആവശ്യമുള്ള മിസൈലുകൾ നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാനും നമ്മുടെ ഈ പങ്കാളിത്തത്തോടു കൂടിയുള്ള കമ്പനികളിൽ നിന്ന് എയർഫോഴ്സിന് വാങ്ങാനും അത് ആവശ്യത്തിൽ ഈ പറയുന്ന വിമാനങ്ങളിൽ ഘടിപ്പിക്കാനും ആക്രമണം നടത്താനും ഒക്കെ തന്നെ കഴിയും. ഇതിനെ മറ്റാരെയും കാത്തു നിൽക്കേണ്ടി വരില്ല. ഇന്ത്യക്ക് തദ്ദേശീയമായി വികസിപ്പിക്കാനാവും. അങ്ങനെ വ്യോമ പ്രതിരോധ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ S-400 കാര്യത്തിൽ പുതിയ 4 യൂണിറ്റുകൾ കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് റഷ്യയിൽ നിന്ന്. അതുപോലെ തന്നെ ഭാവിയിൽ S-500 ചേർന്നിട്ട് ഒരു പുതിയ നീക്കവും നടത്തുന്നുണ്ട്. ആകാശം ഈ പറയുന്ന S-400 കൂടി സംയുക്തമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ S-500 എന്ന് പറയുന്ന മിസൈൽ സംവിധാനം, പ്രതിരോധ സംവിധാനത്തെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേട്ടം ഇന്ത്യക്ക് ഭാവിയിൽ ഉണ്ടാകും. വലിയ പ്രതിരോധ കരുത്തിലേക്ക് ഇന്ത്യ നീങ്ങും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. പാകിസ്ഥാൻ തീരെ സന്തുലിതമല്ലാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഇമ്രാൻഖാൻ്റെ നില എന്താണ് എന്ന് ഒരു വ്യക്തതയും വരാത്ത സാഹചര്യം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് അവരൊരു അഗ്രസീവ് പോളിസി എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മറ്റൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോ ഇല്ലെങ്കിൽ ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട്. എക്കാലവും ഇന്ത്യക്ക് ഒരു ശത്രുവായിട്ട് നിൽക്കുന്ന പാകിസ്ഥാന് എതിരെ കൃത്യമായ കരുത്ത് തെളിയിച്ചതാണ് നമ്മൾ. എങ്കിൽ കൂടിയും സദാ സജ്ജരായിരിക്കാനും ആധുനികവൽക്കരിക്കാനും ലോകത്തിലെ ഒരു വലിയ സായുധ കരുത്തായി മാറാനും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള കരാറുകൾ, ഇത്തരത്തിലുള്ള സഹകരണങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ ഫ്രാൻസുമായി നടത്തിയിരിക്കുന്ന ഹാമർ മിസൈലിൻ്റെ നിർമ്മാണത്തിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഈ തോറിൻ്റെ ചുറ്റുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ആ ഹാമർ ഉണ്ടല്ലോ. ആ ഹാമർ പോലത്തെ കരുത്താണ് ഈ മിസൈലിലൂടെ ഇന്ത്യ നേടുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതും തദ്ദേശീയമായി നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ വ്യോമ മേഖലയിൽ, വ്യോമ പ്രതിരോധത്തിൽ, വ്യോമ ആക്രമണത്തിലെല്ലാം തന്നെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് 1ാം സ്ഥാനത്തേക്ക് ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്.